ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഇന്ന് കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കുന്നത്. അത് എനിക്ക് പനിയായിരുന്നു, അവക്ക് പനിയായിരുന്നു, എനിക്ക് പനിയുണ്ടായിരുന്നു, ചെറിയൊരു പനിയായിരുന്നു, അവക്ക് ഭയങ്കര പനിയായിരുന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയേക്കുമായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു. അതാണ് പ്രശ്നം. വണ്ടി പിന്നെ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഉണ്ണിക്കുട്ടന്റെ കല്യാണം പ്രകാരം കല്യാണം വിളിക്കാൻ പോവാണ് നമ്മൾ. അതും കല്യാണം വിളിക്കാൻ പോകുന്നത് നമ്മൾ ഒരാളെടുക്കലാണ്. നിങ്ങൾ ആ ആളെ നമ്മളുടെ ലൈവുകളിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഫേമസ് സർപ്രൈസ്. അപ്പൊ ആളെ പള്ളിയില് എന്താ പരിപാടിയാണ്? നമ്മളങ്ങനെ ചെങ്ങന്നൂർ എത്തിയിരിക്കുകയാണ്. ചെങ്ങന്നൂർ ബ്ലോക്കാണ്. എല്ലാരും ചോദിക്കുക എവിടെ നമ്മുടെ വീട് ചെങ്ങന്നൂരാന്ന് കൊറേ തവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെങ്ങന്നൂര് ആലപ്പുഴയാണോ പത്തനംതിട്ടയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആലപ്പുഴയാണ്, പക്ഷെ രണ്ടിന്റെയും ബോർഡറാ. പത്തനംതിട്ടയുടെ ആലപ്പുഴയുടെ ബോർഡറാ. ഗൈസ്, ഇനിയും 59 മിനിറ്റ് കാണിക്കുന്നു. പക്ഷെ ഭയങ്കര ട്രാഫിക് ആണ്, നല്ല ട്രാഫിക് ഉണ്ട് ചെങ്ങന്നൂര്. ഇത് പറയാനൊന്നും ഇല്ലല്ലേ അവർക്കൊന്നും ഇവിടെ വന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യേണ്ട കാര്യമില്ല. അതെ, പിന്നെന്തിനാ അവര് ജോലി ചെയ്യുന്നത്? അവര് കുടിയേറി പാർത്തവരാടി അവിടുന്ന് അതിർത്തിയൊക്കെ കഴിഞ്ഞ് ഈ വരത്തില്ലേ. ഇത് എന്താന്ന് അറിയത്തില്ല, എന്തൊക്കെ പറയുന്നുണ്ട്. രാമച്ചത്തിന്റെ കാര്യം പറഞ്ഞി പറഞ്ഞു കഴിഞ്ഞാ രാമത്തെ ലോറി കടത്തിക്കൊണ്ട് പോയപ്പോ ആരാണ്ട് താഴെ വീണെന്നോ. രാമത്തെ ലോറിയിലാണ് കൊണ്ടുവരുന്നത് നാട്ടിലോട്ട്. വളരെ കുറച്ച് തടിയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് രാമച്ചം. രാമച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാ. എല്ലാടോ കിട്ടടാ അത്. അച്ഛൻ വന്ന് ലോറിന്ന് ഇത് കിട്ടാൻ വേണ്ടി കൊറേ കള്ളത്തരങ്ങൾ പറഞ്ഞു. കള്ളത്തരം ഞങ്ങൾ പറയാറില്ല. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിപ്പോ കാണാൻ പോകുന്ന ആൾക്ക് വേണ്ടി നമ്മളൊരു ഗിഫ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. ഗിഫ്റ്റ് നമ്മള് ഗിഫ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യണം. ഗിഫ്റ്റ് റാപ്പ് ഒക്കെ ചെയ്ത്, ഗിഫ്റ്റ് റാപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ പത്ര പേപ്പർ എല്ലാം പൊതിഞ്ഞു കൊടുക്കുക, അതിനുള്ള ആളെ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് റാപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോ ബജ്ജി കഴിക്കാം എന്നുള്ള പ്ലാൻ നിൽക്കുകയാണ്. ബജ്ജി നമുക്കും കഴിക്കാൻ മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എനിക്കൊരു ബജ്ജി വേണം. ഇപ്പൊ അവളുടെ അവിടെ ഒച്ച എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ മൈക്ക് കണക്ട് ആണ്. അവൾ അവിടെ മൈക്കിങ് കൊണ്ട് വെച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് ബജ്ജി വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ്. ബജ്ജി വാങ്ങിച്ചിട്ട് നമുക്ക് ബജ്ജി കഴിക്കാം. ബജ്ജി വാങ്ങിച്ചോണ്ട് വരട്ടെ. അമ്മയും ജ്യോതികാജിയോടെ പോയിട്ടുണ്ട്. ചൂട് ഉഴുന്നോടെ വാങ്ങിച്ചു. നല്ലതാണ് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാരും കഴിക്കും. അതിന്റെ അകത്ത് അമ്പലം ഉണ്ടെന്നുള്ളതാണ് നല്ല ഉഴുന്നോടെ. കുറെ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് മറ്റേ പായസവും ബോളിയും കഴിക്കണമെന്ന്. പോകുന്ന വഴി എവിടെയെങ്കിലും പായസവും ബോളിയും ഉണ്ടെങ്കിൽ വാങ്ങിക്കണം. എവിടൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കിട്ടുവാണെങ്കിൽ നമുക്ക് അത് ട്രൈ ചെയ്യണം. തോംസൺ ബേക്കറിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. തോംസൺ ബേക്കറിയിൽ നമുക്ക് വാങ്ങിക്കണം. അങ്ങനെ നമ്മള് ഏകദേശം എത്താറായി. ഇനിയും 12 കിലോമീറ്റർ 16 മിനിറ്റ് ആണ് കാണിക്കുന്നത്. നമ്മള് മറ്റേ ഗിഫ്റ്റ് റാപ്പ് ചെയ്തില്ലല്ലോടാ. ഒറ്റയ്ക്ക് പോകുന്ന വഴി മുന്നേ ആയിട്ട് ഞങ്ങളൊരു കുറച്ച് ലേറ്റ് ആയി. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയി.
അത് ആ ക്ലാസ് എന്താണെന്നും എന്തൊക്കെയാണെന്നും നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരും. എല്ലാ സ്ത്രീകൾക്കും ഉള്ള ആഗ്രഹമാണ് സ്വന്തം കാലിൽ നിൽക്കണം, കരിയർ ബിൽഡ് ചെയ്യണം, നല്ലൊരു ജോലി കിട്ടണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ എല്ലാവർക്കും ഒന്നും അത് നടക്കണം എന്നില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ചിലരുടെ വീട്ടിൽ നിന്ന് സമ്മതിക്കത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ എന്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ ഇട്ടിട്ട് പുറത്തോട്ട് പോയൊരു ജോലി നോക്കാൻ പറ്റത്തില്ല. കാര്യം എപ്പോഴാ അവന്റെ അടുത്ത് ഞാൻ വേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മിക്കവാറും എനിക്ക് അവന്റെ അടുത്ത് തന്നെ നിൽക്കേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഒരു ജോലി നമുക്ക് നോക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതിനകത്തുനിന്ന് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമ്മൾ ഒത്തിരി അന്വേഷിച്ചാൽ മാത്രമേ നമുക്കത് നല്ലൊരെണ്ണം കിട്ടത്തുള്ളൂ. കാര്യം കുറേ സ്കാം ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. നമുക്ക് അതിനകത്ത് കൊള്ളാത്ത കോഴ്സിനകത്തൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ജോലി കിട്ടണം എന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നത് പൈസ കൊടുക്കുന്നതൊക്കെ വെറുതെ ആയി പോകത്തില്ലേ. അങ്ങനെ ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്കൊരു ഓൺലൈനായിട്ടുള്ളൊരു കോഴ്സ് കിട്ടിയതാണ് ഇന്റർവെല്ലിന്റെ ECPC മോണ്ടസോറി കോഴ്സ്. ഇപ്പോൾ കുറച്ചായി ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ടൈമിൽ ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പം എല്ലാവർക്കും പുറത്തു പോയി നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ എനിക്കൊക്കെ ഇത് ഭയങ്കര കംഫർട്ടാണ്. എന്നാൽ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ വീട്ടിലോ അവൻ്റെ അടുത്ത് നിന്നോ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് 8 month ഡ്യൂറേഷൻ ഉള്ളൊരു കോഴ്സാണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലുടൻ ഇന്റർവെൽ തന്നെ ഇന്റേൺഷിപ്പ് കൂടിയിട്ടുള്ള ട്രെയിനിങ് വിത്ത് സ്റ്റൈഫൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൂടാതെ ജോബ് വേക്കൻസിയും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉടൻ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഇന്റർനാഷണലി വാല്യൂഡ് ഉള്ള സർട്ടിഫിക്കറ്റും ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്റർവെല്ലിന്റെ ക്ലാസ് ഒക്കെ തന്നെ ഇന്റർവെൽ ലൈവ് ആപ്പ് ത്രൂ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കാൻ വേണ്ടി റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. ഫീസിന്റെ കാര്യം ഓർത്തിട്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ എങ്കിൽ അത് വേണ്ട, EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഈ ഒരു ടൈം പീരീഡിൽ 10% ഡിസ്കൗണ്ടും ഉണ്ട്. ഇന്റർവെല്ലിൽ ഈ ഒരു കോഴ്സ് മാത്രമല്ല കുട്ടികൾക്കായിട്ടുള്ള കോഴ്സും അവൈലബിൾ ആണ്. അപ്പൊ ഡീറ്റെയിൽസ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലോ പോയി ചെക്ക് ചെയ്യുക. ഫുള്ള് നല്ല നല്ല വഴിയും നല്ല സ്ഥലവും ഫുള്ള് നല്ല രസമുണ്ട് ഗൈസ്, അടിപൊളിയാണ്. അടിപൊളിയാണ് ഗൈസ് വഴിയെല്ലാം. ഫുള്ള് നമ്മുടെ പത്തനംതിട്ട അറിയാമല്ലോ, ഫുൾ ഇങ്ങനെ റബ്ബർ. പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ എന്തുവാ, റബ്ബർ എന്നാ പത്തനംതിട്ടയില് റബ്ബറുണ്ട്. അയ്യോ എന്താ പത്തനംതിട്ട മാത്രമൊന്നും ഞാൻ പറഞ്ഞില്ല, പത്തനംതിട്ട റബ്ബറുണ്ട്. എടി പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങള് എങ്ങനെ വരുന്നേന്ന് ചോദിച്ചപ്പോ ഇപ്പൊ നമ്മൾ പോകുന്ന അദ്ദേഹത്തിനോട് പറഞ്ഞു നമ്മളൊരു Audi A7 വരുന്നേന്ന്. അപ്പോ നമ്മൾ Audi A7 വരുന്നതെന്ന് പറഞ്ഞപ്പോ പുച്ഛം. നമ്മൾ പുച്ഛിക്കേണ്ട കാര്യം എന്താണ്? നമുക്കെന്താ ഒരു Audi A7 ചെന്നിറങ്ങാനുള്ള ഒരു ഇതില്ലെന്നാ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ബൈ ദ വേ നമുക്കെന്താ ഒരു Audi A7 വന്ന് ഇറങ്ങാനുള്ള ഒരു ഇതില്ലെന്നാണ് പുള്ളി പറയുന്നത്. അതെന്താണത്? അത് ശരിയാണ്. ബൈ ദ വേ നമുക്കെന്താ ഒരു Audi A7 വന്ന് ഇറങ്ങാനുള്ള ഒരു ഇതില്ലെന്നാണ് പുള്ളി പറയുന്നത്. അതെന്താണത്? അത് ശരിയാണ്, പ്രതികരിക്കേണ്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഓടിയിലാ പോകുന്നത്. അതെ, ഏതാണ്ട് സ്റ്റിയറിംഗ് നല്ല രസമുണ്ട്. അതിപ്പോ എന്തുവാ, സ്റ്റിയറിംഗ് മാറ്റിയതാ, നമ്മൾ ഓടിയല്ല പോകുന്നത് അല്ലടാ. Audi A7 നമ്മൾ പോകുന്നത്. അല്ല, അത് നമ്മൾ മാറ്റി S ആക്കിയതാ. അത് മോഡിഫിക്കേഷനാ, മൊത്തം ഓൾട്ടർ ചെയ്തെടുത്ത. ഇത് ഫുള്ള് മോഡിഫിക്കേഷനാ. പറഞ്ഞാ മനസ്സിലാവോ? പുള്ളിക്ക് പുച്ഛം. നമ്മള് ചെന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മള് എത്താറായി. നമ്മള് കാണാൻ വന്ന Audi A7 നോക്കുക. നമ്മള് Audi A7 നോക്കിയിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മൾ കാണാൻ വന്ന വൃത്തികെട്ടവൻ ഇതാണ് ഗൈസ്. ഇതെന്ത് സാധനം? എന്തുവാ നിക്കുന്നേ? ഇതെന്ത് സാധനം?
വീശി എടുക്കാൻ വീശറിയല്ലത് വീശി എടുക്കാൻ. അവന്റെ വീശി അവന്റെ അഹങ്കാരം അവന്റെ വീശി എടുത്താ മതി. അല്ലാണ്ട് നമുക്ക് വേറൊരു വഴി പോവാന്ന് പറഞ്ഞു. കൂടലിന്റെ വീടിന്റെ അങ്ങോട്ട് ചെല്ലാൻ വേറൊരു വഴിയുണ്ട്. സോ നമുക്ക് ആ വഴി പോവാം. ദീപു കൂടലിന്റെ അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. അച്ഛനെ ഞാൻ കണ്ട്. എല്ലാ ദിവസവും നമുക്ക് ഷവർമയുടെ കാര്യം പറയാം. ആ അണ്ടാണ്ട് ഓടുന്നു ഓടുന്നുണ്ടോ ഇങ്ങനെ അയ്യോ എന്റെ ഭഗവാന്റെ ശരീരം ഇന്നെന്തോ നനങ്ങുന്നെന്ന് കേട്ടോ ഇത്ര നാളിനിടയ്ക്ക്. അതെ ഓടി ഏസവന് വരുമ്പോ ഊഹിച്ചൂടെ? ഓടി ഏസവന് വരുമ്പോ അതിൻ്റെ ആയിട്ടുള്ള വലിയ വണ്ടിയല്ലേ, എന്ത് പൈസ ഇങ്ങനെ. നമ്മള് ഓഫ് റോഡാണ് ഗൈസ്. ഇതിന് നല്ല മറ്റേ വഴിയായിരുന്നല്ലോ. ഓഫ് റോഡാണ് ഗൈസ്, ഓഫ് റോഡാണ്. നമുക്കൊരു 4x4 ഒക്കെ വാങ്ങിക്കണം ഈശ്വര. എന്ന് വാങ്ങിക്കാൻ പറ്റും നമുക്ക്? ഇതാണോടാ നിന്റെ വലിയ വഴി? ഇതിന് നല്ല മറ്റേ വഴിയല്ലായിരുന്നോടാ? അതമ്മ നോക്ക. എങ്ങനെയൊക്കെയോ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഗൈസ്. ആ നിൽക്കുന്നതാണ് കൂടലിന് അച്ഛൻ. നമുക്ക് കാണാം. വിറപ്പിക്കുന്ന ടീം ആ എക്സസൈസിലൊക്കെ ഉണ്ടായിരുന്നു. എക്സസൈസിലാണ്. നമുക്ക് കൂടലിനെ പറ്റി കുറച്ച് കംപ്ലൈന്റ് നമുക്ക് പറയാനുണ്ട് അച്ഛനൊക്കെ. ബൈ അങ്ങനെ നമ്മൾ ഫൈനലി ദീപു കൂടലിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ദീപുമോന്റെ അമ്മയുണ്ട്, ദീപക്കും ഉണ്ട്. ഇതാണ് ദീപു കൂടലിന്റെ അനിയനാണ് ഗൈസ്. അനിയനെ അങ്ങനെ ആരും കണ്ടിട്ടില്ലായിരിക്കും. ഇതാണ് അനിയൻ. മറ്റേ അവനെന്ത് എന്താ ആദിത്ത് ചന്തു. ഫുൾ ഓഫ് റോഡ് ആയിരുന്നു. ഇങ്ങനെ നല്ല വഴിയായിരുന്നു. അത് മാറ്റിട്ടാണ്ട് ഇത്രയും നല്ല വഴി ഇവിടെ കിടപ്പുണ്ട്. ഫൈനലി നമ്മൾ കൂടലിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ജ്യോതിക ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉണ്ണിക്കുട്ടൻ തേൻ്റെ അച്ഛൻ. ഇതാണ് ദീപു കൂടലിന്റെ അച്ഛൻ. കൂടൽ നിങ്ങൾ രണ്ട് കാറ്റയായി. ഇതാണ് കൂടലിന്റെ വീട്. കോടികളാണ് കൈസ്. കോടികളുടെ കൊയ്ത്താണ്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ച്. ചെറിയ കൂടൽ, വലിയ കൂടൽ. അതിപ്പോഴും ഒന്നും കൊടുക്കത്തില്ല. കണ്ടോ അമ്മേ, ഈ സ്വഭാവമൊക്കെ കൈയുടെ പുറകിൽ എന്തോ കൊടുക്കാതെ വെച്ചിരിക്കുന്ന സാധനം. എന്തൊരു ദുഷ്ടനാണോ നിങ്ങള്? ഡോക്ടറിന് കിട്ടിയേക്കുന്ന അവാർഡുകളാണ്. ഡോക്ടർ സകല വല്ലവന്. ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ വരാം ഗൈസ്. സംസാരിച്ചിട്ട് വരാം. നമുക്ക് കൂടുതൽ സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഉണ്ണിക്കുട്ടൻ പന്നി എക്സ്പെക്ട് ചെയ്ത് വന്നു, പക്ഷെ അതെന്തിനാ വടി? എല്ലാ മുറിയിലും അതെന്തിനാ നിങ്ങൾ അടിക്കാനാണ്? ഓരോ മുറിയിലും ഓരോ
അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടേക്ക് വരാം ഗൈസ്. ഒരു പീഡിയാട്രീഷ്യൻ്റെ വീട്ടിൽ ചെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന സാധനങ്ങളാണ്. മറ്റേ അടിച്ചടി പീഡിയാട്രീഷ്യൻ്റെ വീട്ടിലുള്ള സാധനങ്ങളാണ്. അതെ, നിങ്ങൾ ഈ പീഡിയാട്രീഷ്യന്റെ വീട്ടിലുള്ളതാണ് ഇതൊക്കെ. ചിലപ്പോ നോക്കുമ്പോ ഞാൻ ഇതിന്റെ മണ്ടയ്ക്ക് കയറ്റി ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ദീപ് കൂടുതലൊരു ഗിഫ്റ്റ്, ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ്. സ്വീകരിക്കേ, ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ്. കൊടുക്ക്, സമ്മാനം കൊടുത്തോളൂ. ഇത് ഞങ്ങളുടെ വക ഒരു സമ്മാനം. ഞങ്ങളുടെ വക ഒരു സമ്മാനം. വേറെ ഒന്നുമല്ല, അങ്ങേര് തന്നെ അവിടെ ഓർഡർ ചെയ്തതാണ്. അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഡെലിവറി ചെയ്ത്. ഞങ്ങൾ ഇവിടെ വരെ വരുമ്പോ ഒരു സമ്മാനമൊക്കെ തരണ്ടേ? അൺബോക്സ് ചെയ്യേ, നമുക്ക് റിട്ടേൺ പ്രശ്നം ഉണ്ടെങ്കിൽ റിട്ടേൺ അയക്കണ്ടേ? ചേരുവോ ഇല്ലയോ നോക്കണ്ടേ? ചേരുവോ ഇല്ലയോ നോക്കണ്ടേ? ഇതാണ് ഡോക്ടർ നന്നായിട്ട് നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കാനായിട്ട് നമ്മളൊരു പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചു കൊടുത്തു. ജിമ്മിനൊക്കെ പോകുന്നതല്ലേ, അൽഫാം ഡെയിലി തിന്നുന്നതൊക്കെ അല്ലേ. എന്റെ ഒക്കെ എന്തോ ചോദിക്കുന്നത്, എടാ ഇച്ചിരി പ്രോട്ടീൻ ആയാലോ. എന്നെ വിളിച്ചു ചോദിക്കും. എന്നിട്ട് എങ്ങനെയാ ചോദിക്കുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഞാൻ ചോദിക്കും. അപ്പൊ ചിക്കൻ അതിന് പൊട്ടിക്ക് എല്ലാവർക്കും കഴിക്കാം. ഓരോ സ്പൂൺ വെച്ച് എല്ലാവർക്കും. അയ്യോ, കഴിക്കുന്നത് വീഡിയോ എടുക്കാൻ മാറുന്നത്. സോറി, ഫുഡ് കണ്ടോ പെട്ടെന്ന് കഴിച്ചു, ക്ഷമിക്കാം. കഴിച്ചു കഴിഞ്ഞു സംസാരിച്ചിട്ട് ഇപ്പൊ വരാതെ വന്നു പോയ പോക്ക. ഫുഡ് വന്നു ഡൽഹി കിടക്കുന്നുണ്ട്. ദീപക്കൂടല്ലേ നമ്മള് ഇച്ചിരി തോരൻ ചോദിക്കുമ്പോ തരത്തില്ല. തരാൻ പറ്റത്തില്ല. എന്നുവെച്ചാ ഞങ്ങള് പോയിട്ട് വേണം അവർക്ക് കഴിക്കണം, അപ്പൊ ഞങ്ങൾക്ക് വേണമെന്നുള്ള രീതി. ഭയങ്കര ക്രൂരതയാണ് ഇത് പറഞ്ഞ. ഒരു അതിഥികളെ ക്ഷണിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഫുൾ ഫാമിലീസ് ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് സത്യം പറഞ്ഞാണ്ട് നിനക്കെങ്കിലും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കരുതായിരുന്നോ? എടാ വീഡിയോ എടുക്കണമെന്ന്. തിന്നു കഴിഞ്ഞപ്പോ ചിക്കന്റെ ലെഗ് പീസ് ഒക്കെ കണ്ടപ്പോ മറന്നുപോയി. അതെ, കൊണ്ട് വിളമ്പി ഏതെടുക്കണ്ടെന്നുള്ള ഇത് കിട്ടിയില്ല. ഫസ്റ്റ് ലെഗ് പീസ് എടുത്ത് കടിച്ച് പിന്നെ ഈ മനുഷ്യന് ഇവിടുന്ന് കുറച്ചു മുന്നേ 3 കുടലം പഴം കൊണ്ട് വന്നു ഇവിടെ. കണ്ടോ, പനിയാന്ന് പറഞ്ഞ അഭിനയിച്ച. ഇവളഭിനയോ ഐസ്ക്രീം ഊതി കഴിക്കുന്നവള്. എന്തായാലും നമ്മള് കഴിച്ചു കഴിഞ്ഞു. ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കാണ്. എനിക്ക് കൊണ്ടുതന്നു. അല്ല, ഷുഗർ ഡയറ്റ് ഒന്നും അല്ലല്ലോ. ഷുഗർ ഡയറ്റ് ആണെന്ന് പറഞ്ഞോണ്ട് കള്ളത്തരം കാണിച്ച് എന്റെ ഐസ്ക്രീം എടുത്തോണ്ട് പോയത്. അത് ഭയങ്കര കൂടുതലാണ്.
കഴിക്കില്ല മോനെ. തിന്നരുത് പിന്നെ കൊടുക്ക് നിങ്ങള് കൊച്ചിന്റെ എൻഗേജ്മെന്റിന് തലേദിവസം കണ്ടു വന്നിട്ട് ഏത് ചെറിയ കൊച്ചിന്റെ ഏത് താ പഴം താന്ന് പറഞ്ഞിട്ട് പഴം. ആ എൻഗേജ്മെന്റിന് അന്ന് ഒരു കൊച്ചിന്റെ പഴം തട്ടിപ്പറിച്ചു. ഞാൻ നിനക്ക് ഇഷ്ടംപോലെ ഐസ്ക്രീം വന്നിട്ടില്ലയോ? ഇപ്പൊ കൊച്ചിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നത്. ഇപ്പൊ അവളുടെ വാങ്ങിച്ചതല്ലേ. വലിയ നാശത്തിലേക്കാ ഞങ്ങൾ ഇത്രയും അതെ ഞങ്ങള് സമ്മാനം കൊണ്ട് തന്നിട്ട് ആ വണ്ടിയുടെ പുറകിട്ടാണ് കൊണ്ടുവന്നത് മതി. എനിക്ക് സ്പൈഡർമാനകത്ത് അല്ലേ ഗൂഗിൾ പേ ചെയ്താൽ മതി. ഓക്കെ അതെ വീട്ടിൽ ഉപ്പുമാവ് നമുക്കത് വിൽക്കാം. പെട്രോൾ അടിക്കണ്ടേ? പൊടിച്ചിട്ടില്ല. വിറ്റാ മതി. ഇത് 3000 രൂപ സാധനമാ. ആ ഓക്കെ കുഴപ്പമില്ല. ആ അപ്പൊ ഞങ്ങൾക്ക് വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. വണ്ടിയുടെ റെന്റ് കൊടുക്കാനും പെട്രോൾ അടിക്കാനുള്ള കാശ് നമുക്ക് റെഡിയായി. 3000 രൂപ പ്രോട്ടീൻ പൗഡർ സെറ്റ്. കമ്പനിയുടെ അടുത്ത ഗൂഗിൾ പേയുടെ ചിഹ്നം കേക്ക് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ആ മാറ്റി കാട്ടുതീ എന്തുവാ? അല്ല മരം പറഞ്ഞ കാട്ടുതീ വരും. അല്ല അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ മലയുടെ മണ്ടയ്ക്ക് പ്രതലങ്ങൾ കൊണകൊണകൊണയോ ആ മൂക്കളെ പറ്റിയ ആ സാധനം ഇട്ട് എല്ലാവരുടെ മോന്തയ്ക്ക് വരച്ച് അവളെ പേശിലാണ് മൂക്കളെ പേശിൽ. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയാണ്. ഇവിടെ അപ്പുറത്തെല്ലാം മലയും കുന്നും ഒക്കെയാണ്. ഭയങ്കര മലയും കുന്നും. ഇവിടെ എന്താ ഇതെല്ലാം അങ്കിളിന്റെ കൃഷിയാണ്. അതിലൊന്നാണിത്. അഭിനയ കുലപതി ജ്യോതികാജ് കണ്ടോ അഭിനയിക്കുന്നുണ്ടോ? പെട്ടെന്ന്. അപ്പൊ ഓക്കെ ഗൈസ് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പൊ ഓക്കെ ഗൈസ് ടാറ്റ. ഗൈസ് അല്ല അങ്കിളെ നാളെ ഇങ്ങോട്ട് നാളെ അങ്ങോട്ട് വരും. ഞങ്ങള് പോകുന്നോണ്ട് എല്ലാവർക്കും വിഷമമാണ്. ഓക്കെ അപ്പൊ പോയിട്ട് വരാം. ടാറ്റ. ഗൈസ് നമ്മൾ ഡോക്ടറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി നേരെ നമ്മുടെ വീട്ടിലോട്ടാണ്. അതിനിടയ്ക്ക് നമ്മൾ പായസം എവിടെ കിട്ടും എന്ന് അന്വേഷിച്ചു. പായസം മറ്റേ പാലടയും ബോളിയും. ആ പായസവും ബോളിയും മറ്റേ ട്രിവാൻഡ്രം സ്റ്റൈൽ സാധനം. അതല്ലട്ടെ. അപ്പൊ കണ്ടോ ഗൈസ് ഇത്ര നിലവാരമേ ഉള്ളൂ ഈ മനുഷ്യന്. ഡോക്ടറിന്റെ അച്ഛന് ഇച്ചിരി കൊടുത്തേ അതിന്റെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നമുണ്ട്. കാഷ്യൂ ഫാക്ടറി ഐസ്ക്രീം കഴിച്ച് ഫിറ്റായിട്ടിരിക്കുകയാണ്. ഐസ്ക്രീം കഴിച്ച് മത്ത് പിടിച്ച രണ്ടെണ്ണം ഗൈസ്. അപ്പൊ നമ്മള് ഇനി ഇങ്ങനെ പോയിട്ട് എവിടെ ഐസ്ക്രീം അല്ലല്ലോ എന്താടാ വിചാരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ വയറ് നിറച്ച് കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അല്ല ഞങ്ങളൊന്നും കഴിച്ചില്ല. നമ്മൾ ഇറങ്ങിയപ്പോഴേ അവരിപ്പം പറഞ്ഞേ ഉള്ളൂ
വയറ് കണ്ടോനം വെറുതെ ഇരിക്കാൻ വയ്യ. പക്ഷെ അവന്റെ സന്തോഷം നമ്മളെ സന്തോഷമാണല്ലോ. അതെ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഞാൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞതാണല്ലോ എനിക്ക് പക്ഷെ കിട്ടത്തില്ലെങ്ങും. അല്ല ഇന്ന് തോമസ് കിട്ടിയില്ലെങ്കിൽ ഇന്ന് എവിടെന്നാലും വാങ്ങിച്ചു കൊടുക്കുമല്ലോ. അത്രേ ഉള്ളു. യാത്രയില് ട്രിവാൻഡ്രത്തൊന്നും പോകണ്ട, മാന്നാറ് കിട്ടും. അവനെ ഞായറാഴ്ചയാ കിട്ടത്തില്ലത്. എടാ ഇന്ന് ഞായറാഴ്ചയാണോ? അത് നാളെങ്കിലും മേടിച്ചത്. എനിക്കിന്ന് വേണം. ഇന്ന് ഞാൻ വാങ്ങിച്ചു. ഓക്കെ ഇന്ന് എന്തായാലും സാധനം വാങ്ങിക്കാം. അച്ഛൻ ഇന്ന് കടയിൽ പോയില്ലെങ്കിൽ എനിക്ക് വാങ്ങിച്ചേക്കുന്ന പറഞ്ഞത്. ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ? ബീഫും ബീഫ് ഐസ്ക്രീമോ? ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാ. ആണോ? അയ്യ നീ കഴിച്ചിട്ടില്ല? കഴിക്കാത്തോണ്ട്. അങ്ങനെയൊക്കെയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് വലത്തെ എടുത്തോ? ഞാൻ എന്തുവായിരുന്നു പറഞ്ഞത്? കണ്ടോ മറ്റേ അതിലെ കൂടെ പോകുന്നത് നേരെ ഈ വഴി കൂടെ പോകുന്നത് ശരിയെന്ന്. നീ കുറച്ച് മൂക്കുള്ള അവിടേക്ക്. കൊണ്ടുപോയിട്ട് നിർത്തുന്നില്ല അവരെന്നെ. എവിടെ അടൂര് ആ ബസ് ഉണ്ടോ? കിട്ടി. വോളിയം വോളിയം കിട്ടി, പായസം കിട്ടി. ഉണ്ണിക്കുട്ടന്റെ ഡെഡിക്കേഷൻ. അച്ചാച്ചന്റെ ഡെഡിക്കേഷൻ പറയടാ. ഇല്ല ചുമ്മാ ഉണ്ട്. പിന്നെ ഏതാണ്ട് വന്ന വഴി കിടന്നത്. ചൂടുണ്ടോടാ? ചൂടില്ല, തണുപ്പാണോ? തണുപ്പാ. അച്ചാച്ചൻ വേണോ? അച്ചാച്ചൻ കടയിൽ പോവല്ലേ? അച്ചാച്ചൻ കടയിൽ പോവാ അല്ലേ? അതായിരിക്കും 1 മണിക്കൂർ പറഞ്ഞത്. അച്ഛന് പായസം തരാത്തതിന്റെ പ്രതിഷേധമാണ്. അച്ഛന് ഡ്രൈവിംഗ് ആണ്, ഭയങ്കര റഷ് ഡ്രൈവിംഗ് ആണ്. ഈ മനുഷ്യനെ വണ്ടിക്കകത്ത് വല്ലതും കാണുവാണ് നിങ്ങൾ നിർത്തി 2 എണ്ണം കൊടുക്കും. വഴി മാറി പോവാ. അപ്പുറത്തെ ഇപ്പുറത്തെ റോഡ് സൈഡിൽ നിന്നിട്ട് നമസ്കാരം ഇതാണ് ചെങ്ങന്നൂർ അമ്പലം. പ്രസിദ്ധമായ അമ്പലമാണ്. പ്രസിദ്ധമായ അമ്പലമാണ്. പറയടാ എന്താ എന്റെ തൃപ്പൂർത്താകുന്ന അമ്പലമാണ്. 2 മാസം കൂടുമ്പോ അതായത് അപ്പൊ അത് 7 ദിവസം ദേവനടുത്തുനിന്ന് മാറി വേറെ സ്ഥലത്തോട്ട് മാറ്റി വെക്കും ദേവിയെ. റഷ് ഡ്രൈവിംഗ് ആണ്, ഭയങ്കര റഷാ. ബായിക്ക് അങ്ങനെയാ. പിന്നെ ഇത്രയും നേരം ഇല്ലായിരുന്നു. ഇളകി കഴിഞ്ഞാ പിന്നെ ചോദ്യം ചോദ്യമേടെ തലയിടിച്ചെന്ന്, മേളിൽ തലയിടിച്ചെന്ന് ഭയങ്കര പ്രശ്നം. നല്ല മഴയാണ്. മഴ. വീട് എത്താൻ അല്പ നിമിഷമുള്ളായിരുന്നു. അങ്ങനെ ചെന്നിട്ട് കഴിക്കണം. ഇത് കഴിഞ്ഞിട്ട് എന്റെ ഭഗവാനെ നല്ല കാരണം മതിയായിരുന്നു. കൊറേ കൊതിച്ചൊക്കെ വാങ്ങിച്ചോണ്ട് പോവാ, നല്ലതായാ മതിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടില്ല, ഇവരെല്ലാരും കഴിച്ചിട്ടുണ്ട്. ഇവരെല്ലാരും കഴിച്ചിട്ടുണ്ട്. വേണ്ടാന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങള് രണ്ടുപേരും, ഞാനും നിങ്ങക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇല്ല, ഞാനും ഉണ്ണിക്കുട്ടനെ തിന്നത്തുള്ളൂ. ഞങ്ങൾ കഴിച്ചു. അപ്പൊ അത്രയൊക്കെ പറഞ്ഞോണ്ട് ശരി.